8ൻ്റെ പണി സ്വയം വാങ്ങിച്ച് നട്ടുച്ചയ്ക്ക് പുരപ്പുറത്ത് കയറിയിരിക്കുന്ന എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു തുണി ഞാൻ അങ്ങ് വിശാലമായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? എന്തിനാന്ന് വെച്ചാൽ ദാ ഈ കണ്ട കലാപരിപാടിക്കാണ്. അയ്യോ, എൻ്റെ ഇടയിൽ എൻ്റെ കാലൊക്കെ കാണാം, അതൊക്കെ ക്ഷമിച്ചേര് കേട്ടോ. ദാ ഇത് പറവകളുടെ ചിറകുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. ഞാൻ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത്, പറവകൾക്ക് ചിറകിന് നമുക്ക് പെയിൻ്റ് അടിക്കാം, മറ്റേ പ്രിൻ്റൊക്കെ കിട്ടാൻ നല്ല പാടായിരിക്കും, അതുകൊണ്ട് പ്രിൻ്റ് ചെയ്ത തുണിയൊന്നും കിട്ടത്തില്ല, നമുക്ക് തൽക്കാലം പെയിൻ്റ് അടിച്ചെടുക്കാം എന്ന് ഞാൻ തന്നെയാണ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. ഇതെനിക്കൊരു 8ൻ്റെ പണിയായി തീരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യം ഏകദേശം 1 മണിക്കൂർ കൂടുതലെടുക്കും ഒരു ചറക്ക് നമ്മൾ ഉണ്ടാക്കി തീരുമ്പോഴത്തേനും. അപ്പോൾ ഇത് ഞാൻ താഴെയിട്ട് കുറേ പരിശ്രമിച്ചൊക്കെ നോക്കിയാൽ അപ്പോൾ സ്പ്രെഡാവുന്നു, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ അതെല്ലാം അങ്ങ് പോകുന്നു. അങ്ങനെ അവസാനമാണ് ഞാൻ എന്നാൽ പുറത്തോട്ട് കയറാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ അവിടെ അങ്ങ് നീളത്തിൽ തുണി വരച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചിറകുകൾ പെയിൻറ്റ് ചെയ്തെടുക്കാമല്ലോ. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ആ വെയിലത്തിരുന്ന് പണിയാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇത്രയും നേരം വെയിലത്തിരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ രാവിലെ പനിക്കുള്ള മരുന്നും വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്തവരോട് എനിക്ക് പനിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് ആ സാധനം അന്ന് തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ പണിയെടുക്കുക എന്നുള്ളത് തന്നെ ഇതിൻ്റെ അകത്ത് പരിപാടി. പക്ഷേ ഇത് ചെയ്യുമ്പോഴത്തേനാണ് കേട്ടോ ഞാൻ ഈ കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ പെയിൻറ്റിങ് അങ്ങനെ വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്നവരെ പറ്റി ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഇത്രയും ചൂടത്ത് നിന്നാണ് അവർ ഈ പണിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെ നോക്കണം. അവരത്ര കണ്ട് നല്ല ചൂടത്ത് നമ്മളൊക്കെ എ സിക്കകത്ത് അല്ലെങ്കിൽ റൂമിൻ്റെ അകത്ത് ഒക്കെ സേഫായിട്ടിരിക്കുന്ന സമയത്ത് അവർ ആ പൊള്ളുന്ന ചൂടിലാണ് കിടന്ന് പണിയെടുക്കുന്നത് അല്ലേ. അപ്പം അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഇതൊരു സ്കൂളിന് വേണ്ടിയിട്ടുള്ള വർക്കാണേ.